മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ അതിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് മെൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, ഡിസിഷൻ മേക്കേഴ്സിന് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞത്. ഇത് ഉപയോഗിച്ച് അവരുടെ പോളിസീസ് ഫ്രെയിം ചെയ്യാനും എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 തരത്തിലാണ് അതിൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് അല്ലേ. ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു, പിന്നെ പ്രോഗ്രാമിംഗ് പറഞ്ഞു, പിന്നെ മാത്തമാറ്റിക്കൽ പറഞ്ഞു. അപ്പോൾ 3 തരത്തിൽ ആദ്യം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു, കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലേ. അപ്പോൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റാസ് ആൻഡ് സെക്കൻഡറി ഡാറ്റാസ് കളക്ഷനാണ് ഫസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു, ഫസ്റ്റ് വൺ ഡാറ്റ കളക്ഷൻ പറഞ്ഞു. പിന്നെ സെക്കൻഡ് വൺ നമ്മളിത് ചെയ്തു, ഡാറ്റാസ് കളക്ട് ചെയ്തു, പിന്നെ അതിനെ ക്ലാസിഫിക്കേഷനും ടാബുലേഷനും നടത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിച്ചു അല്ലേ, മീൻ മീഡിയൻ മോഡ് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഡീവിയേഷൻ കാണുക, പിന്നെ നമ്മൾ എന്താ കണ്ടത്, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീവിയേഷൻ, സ്ക്യൂനെസ്, കട്ടോസിസ് അതൊക്കെ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അതൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാമിംഗ് ടൂൾസ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ തിയറി, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി തിയറി, ഗെയിം തിയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ലാസ്റ്റ് വൺ നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കാനുള്ളത് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ വാട്ട് ആർ ദി മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ്, ഏതൊക്കെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. Apart from the above mentioned techniques, mathematical techniques also help managers in decision making. അപ്പോൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സുകളും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു അല്ലേ. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്സുകൾ നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ്, സെറ്റ് തിയറി ഞാൻ പറയാം, ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ പറയുന്ന തിയറീസ് സെറ്റ് തിയറി, മെട്രിക്സ് ആൾജിബ്ര, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്കലിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാത്സ് തിയറീസ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാത്സിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്നുള്ളതിൽ നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്തമാറ്റിക്കൽ അപ്പാർട്ട് ഫ്രം ദി എബോവ് മെൻഷൻ ടെക്നിക്സ്, മാത്തമാറ്റിക്കൽ ടെക്നിക് ഓൾസോ ഹെൽപ്പ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സുകളും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിലുപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് സെറ്റ് തിയറി, സെറ്റ് എന്ന് പറഞ്ഞാൽ ഗണം അല്ലേ, നമ്മൾ മലയാളത്തിൽ ഗണം എന്ന് പറയും, കൂട്ടം അല്ലേ, എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളതൊക്കെയാണ് സെറ്റ് തിയറിയിൽ പറയുന്നത്. പിന്നെ മെട്രിക്സ് അറിയാം, മെട്രിക്സ് നമ്മളിങ്ങനെ ചിഹ്നിട്ട് വരയ്ക്കുന്നത്. പിന്നെ ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇതൊക്കെയാണ് നമ്മൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന, ഇതിലുപയോഗിക്കുന്നതാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്നും കൂടി നമുക്ക് ആ ടോപ്പിക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് എസ് എ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വരാവുന്ന ഒന്നാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് അങ്ങനെയായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തതെന്നുകൂടിയും പറയൂ, സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്രോഗ്രാമിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ. ഏതൊക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്രോഗ്രാമിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ പറയൂ, സ്റ്റാറ്റിസ്റ്റിക്കൽ, പിന്നെ പ്രോഗ്രാമിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുക, ആദ്യം കളക്ഷൻ ഓഫ് ഡാറ്റ, പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, പിന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ഇൻ്റർപൊളേഷൻ ആൻഡ് എക്സ്ട്രാപ്പൊളേഷൻ,
പിന്നെ ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ് അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, പ്രോബബിലിറ്റി ആൻഡ് സാമ്പിളിംഗ്, അനാലിസിസ് ഓഫ് വേരിയൻസ്, തിയറി ഓഫ് അട്രിബ്യൂട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. സെക്കൻഡ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് പ്രോഗ്രാമിംഗ് ഓഫ് ടെക്നിക്സ് എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ പ്രോഗ്രാമിംഗ് ഓഫ് ടെക്നിക്സിനെയും നമ്മൾ 11 ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, സിമുലേഷൻ, റീപ്ലേസ്മെൻറ്റ് തിയറി, അസൈൻമെൻറ്റ് മോഡൽ, ട്രാൻസ്പോർട്ടേഷൻ മോഡൽ, അതർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഇങ്ങനെയായിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തത്. നെക്സ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. ഇതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തു തുടങ്ങിയത് അല്ലേ. വാട്ട് ആർ ദ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? ഏതൊക്കെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്? അതിൽ വരുന്നതാണ് സെറ്റ് തിയറി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ശ്രദ്ധിക്കുക. ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫങ്ഷൻസ്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വരുന്നത് എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റ് ഡിസിഷൻ. ഫസ്റ്റ് പോയിന്റ് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പറയാം, ശ്രദ്ധിക്കുക. ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ആ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫെസിലിറ്റി പറഞ്ഞാൽ സൗകര്യം, എന്തിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സൗകര്യം നമുക്കിതിൽ ഉണ്ടാക്കി തരുന്നു. ഫസ്റ്റ് വൺ ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. സെക്കൻഡ് വൺ പ്രൊവൈഡ് ടൂൾ ആൻഡ് ടെക്നിക് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂൾ ആൻഡ് ടെക്നിക്കായിട്ട് പ്രവർത്തിക്കുന്നു. എന്താ പറയുക? പ്രൊവൈഡ് ടൂൾസ് ആൻഡ് ടെക്നിക് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. എന്താ പറയുന്നത്? പ്രൊവൈഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്തിന്? ഫോർ സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂൾ ആൻഡ് ടെക്നിക്കായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ഹെൽപ്പ് ഇൻ വൈസ് ക്യാപിറ്റൽ റിസോഴ്സസ് അലോക്കേഷൻ. വൈസ് ബുദ്ധിപരമായിട്ട് നമുക്കൊരു സ്ഥാപനത്തിന് എത്രത്തോളമാണ് ക്യാപിറ്റലിൻ്റെ അലോക്കേഷൻ എങ്ങനെയൊക്കെയാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് വൈസായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഹെൽപ്പ് ടു മിനിമൈസ് കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസിങ്. മാക്സിമം കോസ്റ്റ് കുറയ്ക്കുക അല്ലെ. വെയിറ്റിംഗ് നമ്മൾ പറഞ്ഞു, വെയിറ്റിംഗ് ഇത് ക്യൂയിങ് തിയറി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ടു മിനിമൈസ് കോസ്റ്റ്, മാക്സിമം കോസ്റ്റ് കുറയ്ക്കുക ഫോർ വെയിറ്റിംഗ് ആൻഡ് സർവീസിങ്. എനേബിൾ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, ശരിയായ തരത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നു. അസിസ്റ്റ് ഇൻ സെലക്ടിങ് ആൻഡ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി, ശരിയായൊരു സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ ഒപ്റ്റിമൽ സീക്വൻസ്, ഒപ്റ്റിമലായിട്ട് കാര്യങ്ങളൊക്കെ സീക്വൻസ് പറഞ്ഞാൽ ഓർഡറായിട്ട് അല്ലേ, ഒപ്റ്റിമൽ ഓർഡറിൽ യഥാർത്ഥ കറക്റ്റ് ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദി ഒപ്റ്റിമൽ സീക്വൻസ് ഓഫ് പെർഫോമിങ് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻ, അതിലൂടെ മിനിമൈസ് ദി ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം. ഹെൽപ്പ് ടു ഡിസൈഡ് വെൻ ആൻഡ് ഹൗ മച്ച് ടു ബൈ, എത്രത്തോളം, എപ്പോൾ, എങ്ങനെ എത്രത്തോളമാണ് നമ്മൾ എങ്ങനെയൊക്കെ വാങ്ങണം. ഓരോരുത്തരും ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴേ എത്രത്തോളമാണ് വാങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇത് സഹായിക്കുന്നു. ടെക്നിക്സ് ലൈക്ക് ടൈം സീരീസ്, റിഗ്രഷൻ, വാരിയൻസ്, ഇൻഡെക്സ് നമ്പേഴ്സ് ഹെൽപ്പ് വൺ ഇൻ എസ്റ്റിമേഷൻ ആൻഡ് ഓരോ കാര്യങ്ങൾ എസ്റ്റിമേഷൻ നടത്താനും ഫ്യൂച്ചർ പ്ലാനിങ്ങിനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതിൽ പറയാനുള്ളത് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദി ഫങ്ഷൻസ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. പിന്നെ പ്രൊവൈഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. ഹെൽപ്സ് ഇൻ വൈസ് ക്യാപിറ്റൽ റിസോഴ്സ് അലോക്കേഷൻ. ഹെൽപ്പ് ടു മിനിമൈസ് കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസിങ്. പിന്നെ enable proper deployment of resources, assist in selecting an optimal strategy, helps in determining the optimal sequence of performing a set of operation so as to minimize the total processing time, helps to decide when and how much to buy. പിന്നെ ടെക്നിക്സ് ലൈക്ക് ടൈം സീരീസ് അനാലിസിസ്, റിഗ്രഷൻ, വാരിയൻസ് അനാലിസിസ്, ഇൻഡെക്സ് നമ്പേഴ്സ് ഹെൽപ്പ് ഇൻ എസ്റ്റിമേഷൻ ആൻഡ് ഫ്യൂച്ചർ പ്ലാനിങ്. എസ്റ്റിമേഷനും ഫ്യൂച്ചർ പ്ലാനിങ്ങിനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് അതർ ഡിസിപ്ലിൻ.
നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷൻ ഇൻ വാരിയൻ ഡിസിപ്ലിൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി പല പ്രോസസ്സിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷൻ ഇൻ വാരിയസ് ഡിസിപ്ലിൻസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി അപ്ലൈഡ് ടു ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സയൻസ്, എല്ലാ ഫീൽഡുകളും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി അപ്ലൈ ചെയ്യുന്നു എവിടെയൊക്കെ? ബിസിനസ്സിൽ, ഇക്കണോമിക്സിൽ, പൊളിറ്റിക്കൽ, ഫിസിക്സ്, സോഷ്യൽ സയൻസ്, അങ്ങനെ എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഏരിയാസ് വേർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ വാരിയസ് ഡിസിപ്ലിൻസ്. ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യം ബ്രീഫായിട്ട് ചുരുക്കിയിട്ട് പറയുകയാണ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ എവിടേക്ക് ഫിനാൻസിൽ അപ്ലൈ ചെയ്യുന്നു എന്ന്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഫിനാൻസ്. ഫിനാൻസിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫിനാൻസിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസിൽ ഫിനാൻഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മെറ്റീരിയൽ പർച്ചേസ്, എത്രത്തോളം റീഓർഡർ ലെവൽ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, കൺസംഷൻ ഷെഡ്യൂളിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കാൻ. പിന്നെ മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് സെലക്ഷൻ, പ്രോഡക്റ്റ് മിക്സ്, അഡ്വർടൈസിങ് സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്നു, പിന്നെ സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് അതർ ഡിസിപ്ലിൻ എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് അതർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫീൽഡിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ? ഒരു ബിസിനസ്സിനെ ഏതൊക്കെ ഫീൽഡിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ പറയുന്നത് ഫിനാൻസിൽ അല്ലേ. ഫിനാൻസിൽ എന്തൊക്കെയാണ് സഹായിക്കുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ് അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ മെറ്റീരിയൽ പർച്ചേസ്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി, റീഓർഡർ ലെവലൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, പ്ലാൻ ലൊക്കേഷൻ, റിസോഴ്സ് അലോക്കേഷൻ എക്സെട്ര. പിന്നെ മാർക്കറ്റിംഗ്, സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇക്കണോമിക്സ്, സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസിലൊക്കെ ഇത് വളരെയധികം സ്യൂട്ടബിളാണ്. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ക്യൂട്ടി ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, എത്രത്തോളം സ്റ്റോക്കാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് വെച്ചെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ക്യൂട്ടി ഓഫ് ഇൻവെൻട്രി കൺട്രോൾ ഹെൽപ്പ് അസ് ഇൻ ഡിസൈഡിങ് when and how much quantity at a time are to be purchased. എത്രത്തോളം ക്വാണ്ടിറ്റി സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അറിയാം. ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാൻ, സ്റ്റോക്ക് കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ റിസർച്ചിന് വേണ്ടി. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ്, പെർട്ട്, CPM അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സിമുലേഷൻ, ഡിസിഷൻ ട്രീ അനാലിസിസ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻ അണ്ടർ കണ്ടീഷൻ ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. അൺസർട്ടനിറ്റി, വാട്ട് ഈസ് മെൻ ബൈ അൺസർട്ടനിറ്റി പറഞ്ഞാൽ നമുക്ക് തീർച്ചയില്ലാത്ത കാര്യങ്ങൾ അല്ലേ. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി, നമുക്ക് നഷ്ടസാധ്യതയെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സിമുലേഷൻ, ഡിസിഷൻ ട്രീ അനാലിസിസ്, ഇത് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് നമുക്ക് റൈറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. പിന്നെ റീപ്ലേസ്മെൻറ്റ് തിയറി ഓപ്പറേഷൻ റിസർച്ചിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് തിയറി കൊണ്ടുവന്നാൽ നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മെഷർ ചെയ്യാം റീപ്ലേസ്മെൻറ്റ് തിയറിക്ക്. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് സ്കെയേഴ്സ് റിസോഴ്സസ്. സ്കെയേഴ്സ് പറഞ്ഞാൽ കുറവുള്ള റിസോഴ്സസൊക്കെ ശരിയായ തരത്തിൽ ഒപ്റ്റിമം ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യൂയിങ് തിയറി പറഞ്ഞാൽ മിനിമൈസ് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നു ഫോർ വെയിറ്റിംഗ് ആൻഡ് സർവീസിങ് ഓഫ് കസ്റ്റമേഴ്സ് അല്ലേ. കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയൊക്കെയാണ്
ഒരു ബിസിനസ്സിൽ പ്രധാനപ്പെട്ട കാര്യം ഇൻവെൻട്രി, സ്റ്റോക്ക് കൺട്രോളാണ് പ്രധാനം വേണ്ടത് അല്ലേ. അപ്പോൾ QT ഈസ് യൂസ്ഡ് ഫോർ ഇൻവെൻട്രി കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോളിന് വേണ്ടി നമ്മൾ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു. ഓപ്പറേഷൻ റിസർച്ച്, PERT, CPM അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്, സിമുലേഷൻ, ഡിസിഷൻ ട്രീ അനാലിസിസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മാനേജ്മെൻറ്റിന് റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു. പിന്നെ റീപ്ലേസ്മെൻറ്റ് തിയറി, ഇൻ ഓപ്പറേഷൻ റിസർച്ചിൽ റീപ്ലേസ്മെൻറ്റ് തിയറി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റിമം അലോക്കേഷൻ. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ ശരിയായ തരത്തിൽ അലോക്കേറ്റ് ചെയ്യുക. സ്കൈസ് റിസോഴ്സസ് പറഞ്ഞാൽ കുറവുള്ള റിസോഴ്സസൊക്കെ ശരിയായ തരത്തിൽ അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ക്യൂയിങ് തിയറി മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസിങ് ഓഫ് കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ഏതൊക്കെ ലിമിറ്റേഷൻസ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പറയാനുള്ളത്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹാവ് ഇൻഹെറിൻറ്റ് ലിമിറ്റേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ എന്താ പറയുന്നത്, ഇതിലെങ്ങനെയാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുക, നമുക്ക് എങ്ങനെ പറയാം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹാവ് ഇൻഹെറിൻറ്റ് ലിമിറ്റേഷൻ ആണുള്ളത് അല്ലേ, ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്ന് വെച്ചാൽ ഹൈലി എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വളരെയധികം ചിലവ് കൂടിയതാണ്. നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എങ്ങനെയാണ്, ഹൈലി എക്സ്പെൻസീവ് ആണ്. ദേ ഡു നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്. പറഞ്ഞാൽ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്നത് അല്ലേ, ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്ത ഫാക്ടേഴ്സായ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ കണക്കിലെടുക്കുന്നില്ല. ദേ ഡു നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. ഈ പറയുന്ന ഫാക്ടേഴ്സൊന്നും ഇതിൽ കണക്കിലെടുക്കുന്നില്ല. ഏതൊക്കെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ കണക്കിലെടുക്കുക? ദേ ഡു നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സായ സ്കിൽ, ആറ്റിറ്റ്യൂഡ്, വിഗർ എക്സെട്ര ഓഫ് ദി മാനേജ്മെൻറ്റ് പീപ്പിൾ ടേക്കിംഗ് ഡിസിഷൻ. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണക്കിലെടുക്കുന്നില്ല. They are only tool for analysis, no decision making. Tool for analysis മാത്രമാണ്, no decision making. Thorough knowledge of the subject is needed to choose the right tool. ശരിയായ ടൂൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, തറോ പറഞ്ഞാൽ കറക്റ്റ് നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലേ. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് ലിമിറ്റേഷൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ കൂടുതലായിട്ടും വരുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. പിന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എക്സ്പെൻസീവാണ്, ഹൈലി എക്സ്പെൻസീവ്, നമുക്ക് വളരെയധികം ചിലവ് കൂടിയതാണ് അല്ലേ. പിന്നെ ദേ ഡു നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. ഇതിൽ എന്തൊക്കെയൊക്കെ കണക്കിലെടുക്കുന്നില്ല, ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സായ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, വിഗർ എക്സെട്ര ഓഫ് ദി മാനേജ്മെൻറ്റ് പീപ്പിൾ തിങ്കിങ് ഡിസിഷൻ, അതൊന്നും കണക്കിലെടുക്കുന്നില്ല. ദേ ആർ ഓൺലി ടൂൾ ഫോർ അനാലിസിസ് ആൻഡ് ഒരു ടൂൾ മാത്രമാണ്, നോ ഡിസിഷൻ മേക്കിംഗ്. തറോ നോളേജ് ഓഫ് ദി സബ്ജക്റ്റ് ഈസ് നീഡഡ് ടു ചൂസ് ദ റൈറ്റ് ടൂൾ. തറോ നോളേജ്, കറക്റ്റ് നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായ തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്ന ടോപ്പിക്കുകൾ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഉണ്ടായിരുന്നത്. ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ ഒന്നും കൂടിയും പറയാം, നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് മുതലാണ് തുടങ്ങിയത് അല്ലേ. ക്യൂയിങ് തിയറിയിൽ പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. ആ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതിലേതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. അതിൽ പറയുന്നത് സെറ്റ് തിയറി ഉണ്ട്, മെട്രിക്സ് ഉണ്ട്, പിന്നെ നമ്മൾ പറയുന്നത് ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ് ആയിട്ട് പറയാനുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഒന്നുകൂടിയും പറയാം. സെറ്റ് തിയറി, മെട്രിക്സ്, പിന്നെ ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ.
ഇത്രയും ഭാഗങ്ങളാണ് നമുക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് അല്ലേ. എന്തൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ചെയ്യുന്നത്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. എന്തൊക്കെ പറയാൻ പറ്റും? ഫസ്റ്റ് വൺ, എന്തിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, കാര്യങ്ങൾ തീരുമാനിക്കാൻ. പിന്നെ രണ്ടാമത്, പ്രൊവൈഡ് എ ടൂൾ ആൻഡ് ടെക്നിക് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഒരു ടൂൾ ആൻഡ് ടെക്നിക്കായിട്ട് പ്രവർത്തിക്കുന്നു. ഹെൽപ്പ് ദ വൈസ് ക്യാപിറ്റൽ റിസോഴ്സ്. വൈസായിട്ട് ശരിയായ തരത്തിൽ ക്യാപിറ്റൽ റിസോഴ്സസ് അലോക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ടു മിനിമൈസ് കോസ്റ്റ്. കോസ്റ്റ് വളരെയധികം മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ എനേബിൾ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ഒക്കെ ശരിയായ തരത്തിൽ ഡിപ്ലോയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നു. പിന്നെ അസിസ്റ്റ് ഇൻ സെലക്ടിങ് ദി ഒപ്റ്റിമൽ സ്ട്രാറ്റജി. ശരിയായ സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദി ഒപ്റ്റിമൽ സീക്വൻസ് ഓഫ് പെർഫോമിങ്. സീക്വൻസ് പറഞ്ഞാൽ ഓർഡറായിട്ട് കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലൂടെ സാധിക്കുന്നുണ്ട്. ഹെൽപ്പ് ടു ഡിസൈഡ് വെൻ ആൻഡ് ഹൗ മച്ച് ടു ബൈ. ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഇതിൽ നമ്മൾ ടെക്നിക്സ് ലൈക്ക് ടൈം സീരീസ് അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, വാരിയൻസ് അനാലിസിസ്, ഇൻഡെക്സ് നമ്പേഴ്സ്, അതൊക്കെ എസ്റ്റിമേഷനും ഫ്യൂച്ചർ പ്ലാനിങ്ങിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ദി എസ്റ്റിമേഷൻ ആൻഡ് ഫ്യൂച്ചർ പ്ലാനിങ്. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടിയും പറയാം, നമുക്ക് ഫങ്ഷൻസ് ഒന്നുകൂടിയും പറയാമല്ലോ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് പറഞ്ഞത്? ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, പ്രൊവൈഡ് എ ടൂൾ ആൻഡ് ടെക്നിക് ഫോർ സയൻറ്റിഫിക് റിസർച്ച്, ഹെൽപ്സ് ഇൻ വൈസ് ക്യാപിറ്റൽ റിസോഴ്സ് അലോക്കേഷൻ, help to minimize cost of waiting and servicing, enable proper deployment of resources, assist in selecting an optimal strategy, helps in determining optimal sequence of performing a set of operation, help to decide when and how much to buy. പിന്നെ ടെക്നിക്സ് ലൈക്ക് ടൈം സീരീസ്, റിഗ്രഷൻ, വാരിയൻസ്, ഇൻഡെക്സ് നമ്പേഴ്സ് ഹെൽപ്സ് ഇൻ ദി എസ്റ്റിമേഷൻ ആൻഡ് ഫ്യൂച്ചർ പ്ലാനിങ്. ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് അതർ ഡിസിപ്ലിൻ. ഏതൊക്കെ ഡിസിപ്ലിൻസ് ആണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഉപയോഗിക്കുന്നത്? ഫിനാൻസ് ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഫിനാൻസ് പ്ലാനിങ്. അതേമാതിരി തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് മെറ്റീരിയൽ പർച്ചേസ്. ഇക്കണോമിക് ഓർഡർ, ക്വാണ്ടിറ്റി, റീ ഓർഡർ ലെവലൊക്കെ കണ്ടുപിടിക്കാൻ. മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, പ്ലാൻ ലൊക്കേഷൻ, റിസോഴ്സ് അലോക്കേഷൻ എക്സെട്ര. പിന്നെ മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് സെലക്ഷൻ, പ്രോഡക്റ്റ് മിക്സ്, അഡ്വർടൈസിങ് സ്ട്രാറ്റജി എക്സെട്ര. ഇക്കണോമിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രെയിമിംഗ് വാരിയസ് ഇക്കണോമിക് പോളിസീസ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എക്സെട്ര. പിന്നെ സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന അതർ ഡിസിപ്ലിൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഏതിലേക്കാണ്? ബിസിനസ്സിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെ? ഇൻവെൻട്രി കൺട്രോൾ. QT ഈസ് യൂസ്ഡ് ഫോർ ഇൻവെൻട്രി കൺട്രോൾ. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡ്സിൽ ലൈക്ക് PERT ആൻഡ് CPM ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡ്സിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സിമുലേഷൻ, ഡിസിഷൻ ട്രീ അനാലിസിസ്, ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. പിന്നെ റീപ്ലേസ്മെൻറ്റ് തിയറി ഇൻ ഓപ്പറേഷൻ റിസർച്ച്. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് യൂസ്ഡ് ഇൻ അലോക്കേഷൻ ഓഫ് സ്കൈസ് റിസോഴ്സസ്. ക്യൂയിങ് തിയറി മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസിങ് ഓഫ് കസ്റ്റമേഴ്സ്. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻ, ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് വരുന്ന കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് കുറേ വരുന്നു. അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഇപ്പോൾ കൂടുതൽ വരുന്നു. ഇത് വളരെ എക്സ്പെൻസീവാണ്. They do not take into consideration intangible factors such as skill, attitude എന്നങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത് കണക്കിലെടുക്കുന്നില്ല. They are only tool for analysis and no decision. ടൂൾ മാത്രമാണ്, not a for decision making. തറോ നോളേജ്. നമുക്കൊരു കാര്യം സെലക്ട് ചെയ്യുമ്പോഴേ അതിനെപ്പറ്റി തറോ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരിയുള്ള റിസൾട്ട് കിട്ടില്ല.
ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് നിങ്ങൾക്ക് QT എടുക്കാനുള്ളത്. QT എടുക്കാനുള്ള എല്ലാ ടോപ്പിക്സും ഇപ്പം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രോബ്ലം വരുന്ന എല്ലാ ചാപ്റ്ററുകളും നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ തിയറി ഇത് മാത്രമാണ്, നമുക്ക് തിയറി മാത്രമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഉണ്ടായിരുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് QT എന്നുള്ളതാണ്. അത് നമ്മൾ മൊത്തം പറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ QT എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഡെഫിനിഷൻ, പിന്നെ ടൂൾസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ, പിന്നെ പ്രോഗ്രാമിങ്, മാത്തമാറ്റിക്കൽ, അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ആ 3 എണ്ണം നന്നായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ അപ്ലിക്കേഷൻ, ലിമിറ്റേഷൻ. ഫങ്ഷൻസ് എന്തിനൊക്കെ വേണ്ടി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു, ഏതൊക്കെ ഫീൽഡിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ S4ൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ പോർഷൻ എടുത്തത് ഇപ്പോൾ കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, സംശയങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. ശരി, ഓക്കെ.